ഈ യാത്ര പോകുന്നത് മുംബൈയിലോട്ടാണ്. പണ്ട് മുതലേ കേൾക്കാറുണ്ട് ത്രിഫ്റ്റിൻ്റെ കുറേ മാർക്കറ്റും സ്ട്രീറ്റും ഒക്കെ മുംബൈയിലുണ്ടെന്ന്. അത് കേട്ട് പോകുന്ന ഞാൻ ഈ ട്രെയിനിൽ കയറിയാൽ നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് തന്നെ പോകാം. സ്ലീപ്പറിൻ്റെ ആവശ്യമില്ല. കൊച്ചുവേലിയാണ് ട്രെയിൻ. കാരണം സുഖമായിട്ട് കിടന്ന് വിശാലമായി ഇറങ്ങി പോകാം. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാകും. പിന്നെ ഫ്രീ ആയിരുന്ന് പോകാം. റീലിലൊക്കെ കാണാറുണ്ട് ഈ ട്രെയിൻ. അങ്ങനെ ലോകമാന്യ തിലകിലാണ് ഞങ്ങൾ ഇറങ്ങിയത് മുംബൈയിൽ. അവിടെ നിന്ന് നേരെ മസ്ജിദിലേക്ക് ട്രെയിൻ കയറി. മസ്ജിദിൽ നിന്ന് CSTയിലേക്ക് അങ്ങനെ നല്ല ഡോർമെട്രി തപ്പി കണ്ടപ്പോഴാണ് സത്യം ഡോർമെട്രി കണ്ടത്. ബെറ്ററാണ്. ലോക്കർ സൗകര്യം അവിടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് സുഖമായിട്ട് നമ്മൾ പുറത്ത് പോകാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. AC ആണ്. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇറങ്ങി. അവിടുത്തെ നിയറായിട്ട് CSTൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള മാർക്കറ്റിലൊക്കെ തപ്പി. നോർമൽ പുതിയ പ്രൊഡക്ഷൻ ടീഷർട്ട്സ് അതേമാതിരി ജാക്കറ്റ്സ് ഒക്കെയാണ് കണ്ടത്. പിന്നെ മുന്നിലുള്ള മാർക്കറ്റിൽ തപ്പിയപ്പോൾ നോർമലി കാണുന്ന പാൻസും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ക്ലോത്ത്സും ഷൂസും ജാക്കറ്റ്സും അതൊക്കെ തന്നെ ഇവിടെയേ ഉള്ളൂ മാർക്കറ്റിൽ നിന്ന് നേരെ CSTൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റിൽ. പിന്നെ അവിടെ ഓൺ ദ ടൈമിൽ തന്നെ ബൂട്ട്സ് മേക്ക് ചെയ്ത് തരുന്ന ഒരു സ്ഥലം കണ്ടു. അത് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. നമ്മളെ കാലിൻ്റെ സൈസിൻ്റെ അതേപോലെ തന്നെ അപ്പം തന്നെ മേക്ക് ചെയ്ത് തരുന്ന പോലത്തെ ബൂട്ട്സ്. പിന്നെ മുംബൈ ചോർ ബസാറിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മുംബൈയിൽ നിന്നൊക്കെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നൊന്ന് തപ്പി നോക്കിയാൽ മതി. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കുറച്ച് കുഴപ്പമില്ലാത്ത സ്വെറ്റ് ഷർട്ട് പോലത്തെ ഹുഡീസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. കുഴപ്പമില്ല എന്ന് പറയാം. ജാക്കറ്റ്സ് ആണെങ്കിലും നല്ല കോപ്പി വാച്ചസും ഉണ്ട്. ചിലത് കണ്ടാൽ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. പ്രൈസ് കുറവാണ്. 1500 800 ആ ലെവലിലാണ് പ്രൈസ്. പിന്നെ നല്ല ഷർട്ട്സും കണ്ടു. പ്രൈസ് കുറവാണ്. 250 150. ചോർ ബസാറിൽ വന്നാൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവാം. ത്രിഫ്റ്റഡ് എന്ന് പറയാൻ കഴിയില്ല. നോർമലി കിട്ടുന്ന പോലത്തെ പാൻസും ജീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. പിന്നെ ഈ ഒരു ജാക്കറ്റ് കണ്ടു. ത്രിഫ്റ്റഡ് എന്ന് വേണം പറയാം. കൊളംബിയൻ്റെ സാധനം കുഴപ്പമില്ല. പിന്നെ അതേമാതിരി ഐഫോൺസും ഐപാഡ്സും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈസിൽ ഇപ്പോൾ ഈ iPhone 7 4000 ഇത് പറഞ്ഞത്. പിന്നെ അതേപോലെ ഈ കാണുന്ന സാധനം ഏതോ ഒരു OS പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കി വെച്ച ഏതോ ഒരു ഐഫോൺ. കണ്ടാൽ തന്നെ ഐഫോൺ അല്ല. ബോഡി പാർട്സൊക്കെ. പിന്നെ ഈ നരച്ച പാൻറ്റുകളൊക്കെ കളറിൽ മുക്കി വലിയ സെല്ല് ചെയ്യുന്ന ടീമാണെന്ന് തോന്നുന്നു. അതേപോലെ തോന്നി. മേ ബി മുംബൈയിൽ നിന്ന് പാൻറ്റ് വാങ്ങണം സൂക്ഷിച്ച് വാങ്ങിക്കോ. കളർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാതെ ഇവിടെ നടന്നു. പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ഔട്ട് ഓഫ് 10 5 കൂട്ടാം.
ഒരു ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് അങ്ങനെ അവിടേക്ക് പോവുകയാണ്. ജാക്കറ്റ്സും കളക്ഷൻ ഓക്കെ എന്ന് പറയാം. പിന്നെ ഞങ്ങൾ പോയ ടൈമിന് അവിടെയുള്ള നല്ല സാധനങ്ങളൊക്കെ അത്യാവശ്യം സോൾഡ് ആയിക്കണം നിലവിൽ. പാൻസും അത്യാവശ്യം കുഴപ്പമില്ല. ത്രിഫ്റ്റഡ് എന്നൊന്നും പറയാൻ കഴിയില്ല. സർപ്ലസും കുറേ കാര്യങ്ങളുണ്ട്. ഞാനും ഒരു പാൻറ് എടുത്ത് നല്ല ഫിറ്റുള്ളൊരു പാൻറ് കണ്ടപ്പോൾ നാട്ടിൽ കിട്ടുന്ന നോർമൽ സർപ്ലസ് പാൻസ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ അവിടെ നിന്നൊരു ജാക്കറ്റ് ഒരു പാൻറ്റും എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്തൊരു ത്രിഫ്റ്റ് സ്റ്റോറുണ്ട്, അവിടെയൊക്കെ പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇടയിലൊന്ന് ഫുഡും കഴിക്കണം. ഇതിൽ കാണുന്ന പോലെയല്ല, കുറച്ച് അത്യാവശ്യം പോകാനുണ്ട് അടുത്ത ത്രിഫ്റ്റ് സ്റ്റോറിലേക്ക്. അങ്ങനെ ഫുഡും കഴിച്ച് അവിടെ എത്തി. ജാക്കറ്റ് കളക്ഷൻ കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. ജേഴ്സീസും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. കാര്യമായിട്ട് അങ്ങനെ ഒന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കണ്ടാൽ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. മുംബൈയിലെ നല്ല റഷാണ്. ലോക്കൽ ട്രെയിനിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റഷ് എന്ന് പറഞ്ഞാൽ നല്ല റഷ്. മൂന്നാമത്തെ ദിവസം കുറച്ച് സ്ഥലങ്ങൾ പോയി കാണാമെന്ന് വിചാരിച്ചു. CST രാവിലെ തന്നെ ഇറങ്ങി കുറച്ച് കാഴ്ചകൾ കണ്ടു. മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയി. പിന്നെ എനിക്ക് മുംബൈയിൽ വന്നിട്ട് മനസ്സിലായത് ത്രിഫ്റ്റിന് വേണ്ടി ആരും മുംബൈയിൽ വരണ്ട. സ്ഥലങ്ങളൊക്കെ കണ്ടതിൻ്റെ ഇടയിലൂടെ ചോർ ബസാറിൽ പോയി എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, അല്ലാതെ ത്രിഫ്റ്റിന് വേണ്ടി മാർക്കറ്റിന് വേണ്ടി സ്ട്രീറ്റിന് വേണ്ടി മുംബൈയിലേക്ക് കാര്യമായിട്ട് വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഹോൾസെയിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. സോ ക്യാപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എന്തായാലും നമ്പറും ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആണെങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.